അത്യുന്നതനായ ദൈവമേ, സർവശക്തിയുള്ള ദൈവമേ, അവിടുത്തെ സർവശക്തി ഈ അങ്ങയുടെ സൃഷ്ടിയിൽപ്പെട്ടിട്ടുള്ള സകല ജനങ്ങളും അറിയാൻ തക്കവണ്ണം അവിടുന്ന് അവിടുത്തെ സ്നേഹം അല്ലെങ്കിൽ അവിടുത്തെ കൃപ അങ്ങനെ പല കാര്യങ്ങളും അവിടുന്ന് പ്രവർത്തിച്ച് അങ്ങ് ചൈതന്യം നൽകിയ ജനങ്ങളാരും നശിക്കരുതെന്നുള്ള ആഗ്രഹത്തിൽ അങ്ങ് പ്രവർത്തിക്കുന്നു. ഈ കാലയളവിൽ അന്ത്യത്തോടുള്ള ബന്ധത്തിലുള്ള കാലത്ത് അങ്ങയുടെ പ്രവർത്തനത്തിന്റെ മാധുര്യം എന്തുമാത്രമുണ്ട് എന്നുള്ളതെന്ന് ജനങ്ങളെ അറിയിക്കുന്ന ഈ സന്ദർഭത്തിൽ അവിടുത്തെ ദൃഷ്ടി ഈ വെബ്സൈറ്റിന്മേലുണ്ടാകണമേ എന്ന് അങ്ങോട്ട് യാചിക്കുന്നു. പ്രിയ ജനങ്ങളായിട്ടുള്ളവരെ, പല പ്രാവശ്യവും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ട്. അതിൽ ഒന്ന്, അവന്റെ ഭക്തത്വപ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും നിജമറപ്പെടുകയാണ്. ആ ദൈവം ആവശ്യപ്പെടുന്ന മീഖയുടെ പുസ്തകത്തിൽ 6:7 പറയുമ്പോൾ നീതി പ്രവർത്തിക്കുക, ദയാതൽപരായിരിക്കുക, ദൈവത്തിന് സറണ്ടർ ചെയ്യുക. അപ്പം പലരും പറയുന്നുണ്ട് നീതിമാന്മാരുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു, കാരണം ദുഷ്ടൻ നടന്നായിരിക്കുന്നത്. അങ്ങനെ ദുഷ്ടന്മാരെ മുഴുവൻ സംശയക്കാരും അല്ലെങ്കിൽ സ്വയം നീതിക്കാരും ഇങ്ങനെയുള്ള ആളുകൾ മുഴുവൻ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ദൈവം ദീർഘക്ഷമ കാണിക്കുന്നു. അതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പല കാര്യങ്ങളും വെബ്സൈറ്റിൽ വന്നിട്ടില്ല എങ്കിലും ഒരു സംഗതി ഞാൻ പറയാണ്. ദൈവം നമ്മളോട് പറയുന്ന വളരെ സാഹസമായിട്ടും വിനയമായിട്ടും പറയുന്ന ചില കാര്യങ്ങൾ മീഖയുടെ പുസ്തകത്തിലുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുക. ഇനി ഒരു സംഗതി എനിക്ക് പറയാനുള്ള ഒരു സംഗതി എന്റെ അനുഭവത്തിൽ നിന്ന് പറയാണ്. നമ്മൾ ഈ പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? ഈ പ്രാർത്ഥിച്ച ദൈവം കേൾക്കുമോ? നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതല്ല, ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്ന ആളുകൾ പ്രാർത്ഥിച്ചാൽ ഉടനെ ദൈവം, സ്വർഗ്ഗത്തിലെ ദൈവം ഉടനെ അതിന് ഉത്തരം തരും. അതെന്റെ അനുഭവത്തിൽ ഞാൻ പറയാണ്. പ്രാർത്ഥനയല്ല നമുക്ക് ആവശ്യം, ദൈവത്തിന് ഇഷ്ടം ചെയ്യുക, അതാണ്. ലോകവുമായിട്ട് മോഹം ഒഴിഞ്ഞു പോകുന്നു, ദൈവേഷ്ടം ചെയ്യുന്നവൻ ഒന്നിക്കിയിരിക്കുന്നു. ഇനി ഒരു സംഗതി കൂടെ പറയാൻ പോവുകയാണ്. എന്റെ പിതാവ് ഇന്നുവരെയും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു. എന്താണ്? ദൈവം യേശു യാഗമായി തീർന്നതിനും പുറമെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ മക്കളായിട്ടുള്ള ആളുകളും ദൈവരാജ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കേണ്ടവരാണ്. ഇനി അതിനെ സംബന്ധിച്ച് ദൈവം പല കാര്യങ്ങളും, ഒരു ഭാഗം ഞാൻ വായിക്കാൻ പോവുകയാണ്. നമ്മളെ ലോകവുമായിട്ട് മോഹം ഒഴിഞ്ഞു പോകുന്നു, ദൈവേഷ്ടം ചെയ്യുന്നവനും അന്വേഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന ആ പ്രവചനം നിവൃത്തിക്ക് ദൈവം എന്തെല്ലാം ചെയ്യുന്നു, എന്തെല്ലാം നമ്മളോട് ആവശ്യപ്പെടുന്നു എന്നുള്ളത് യേശയ്യായുടെ സുവിശേഷം 40:8 മുതൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ദൈവത്തിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കും. സുഹാസദ്യൂതിയായ സിയോനെ, നീ ഉയർന്ന പർവ്വതത്തിലേക്ക് കയറി ചെല്ലുക. സുഹാസദ്യൂതിയായ ജെറുസലേമേ, നിന്റെ ശബ്ദം ശക്തിയോടെ ഉയർത്തുക, ഭയപ്പെടാതെ ഉയർത്തുക. യഹൂദ നഗരങ്ങളോട്, ഇതാ നിങ്ങളുടെ ദൈവം എന്ന് പറയുക. ഇതാ യഹോവ കർത്താവ് ബലശാലിയായി വരുന്നു. അവന്റെ ഭുജം അവന് വേണ്ടി ഭരണം ചെയ്യുന്നു. ഇതാ കൂലി അവന്റെ പക്കലും പ്രതിഫലം അവന്റെ കയ്യിലും ഉണ്ട്. ഒരിടയനെ പോലെ അവൻ തന്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുകയും കുഞ്ഞാടുകളെ ഭുജത്തിൽ എടുത്ത് മാറവിടത്തിൽ ചേർത്ത് വഹിക്കുകയും തളകളെ പതുക്കെ നടത്തുകയും ചെയ്യും. താഴോട്ട് കൂടെ വായിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ പിന്നീട് വായിച്ചോളുക. അപ്പൊ ഈ ദൈവം എന്താണ് ഈ തളകളെയൊക്കെ കയ്യെ പിടിക്കുന്നു, അല്ലെങ്കിൽ കുഞ്ഞാടുകളെ മകത്തോട് ചേർക്കുന്നു? ഇതിന്റെ കാരണം ദൈവ സ്നേഹമാകുന്നു. ദൈവ ചൈതന്യം ഈ കുഞ്ഞുങ്ങളിലും ഓടുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു സംഗതി കൂടെ പറഞ്ഞാല്, പല സ്ത്രീകളും അനാഥരാണ് ദൈവനാമ നിമിത്തം.
അവരെ ദൈവം കൈക്ക് പിടിച്ച് നടത്തും. കാരണം അവർക്ക് ഭർത്താവില്ല. അങ്ങനെ ദൈവമാണ്. ഈ കാക്ക കുഞ്ഞുങ്ങള് ഭക്ഷണത്തിന് തീറ്റയ്ക്ക് വേണ്ടി നിലവിളിക്കുമ്പോൾ തീറ്റ കൊടുക്കുന്ന ദൈവം അത്ര കണ്ട് ദൃഷ്ടി വെച്ചുകൊണ്ടിരിക്കുകയാണ് ദൈവത്തിന്റെ സൃഷ്ടിയെ സംബന്ധിച്ചിട്ടുള്ള ദൈവം. നമ്മളറിയുന്നില്ല. നമ്മളെ പിശാച് കൊടുക്കുന്നു, പിശാച് ഉപയോഗിക്കുന്ന വ്യാജ മതങ്ങൾ നമ്മളെ കൊടുക്കുന്നു. ഒരു സംഗതി ഞാൻ പറഞ്ഞിട്ടുണ്ട്, പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ടെങ്കിലും, നമ്മള് ഒരു മാല അല്ല ഒരു ചെയിൻ എന്ന് പറഞ്ഞാൽ ഈ ചെയിന്റെ കണ്ണികളാണ്. അപ്പൊ കണ്ണി ദൈവരാജ്യവും ദൈവവും ദൈവത്തിന്റെ ഉദ്ദേശവും ദൈവരാജ്യവും അങ്ങോട്ടുള്ള വഴിയും അവിടുത്തെ പുത്രനായ യേശു യാഗമായി തീർന്നതിനു വേണ്ടി എന്നൊക്കെ യോഹന്നാനു ശേഷം 17:3 പറയുന്നു. നിത്യജീവൻ എന്നത് ഏകസത്യമായ അങ്ങയെയും അങ്ങേ ഈശോ അറിയുക എന്നുള്ളത്. അറിയുക തന്നെയല്ല, നമ്മൾ അവരുമായിട്ട് ലയിക്കണം. ആ ലയിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് നമ്മൾ മക്കളാണെങ്കിൽ നമ്മൾക്കുള്ളതാണ് ദൈവരാജ്യം, നമുക്ക് അവകാശമാക്കി തന്നിരിക്കുകയാണ്. ഇന്നിപ്പോൾ ജാതികൾക്ക് ദൈവം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു എന്നുള്ളതാണ്. നിങ്ങൾ ഇനി ഒരു സംഗതി ചെയ്യേണ്ട ഒരു സംഗതി, എല്ലാ ദിവസവും ബൈബിൾ വായിക്കുക. അപ്പോൾ ഈ കുടുംബനാഥൻ ഇതിൻ്റെ അകത്ത് ദൈവവചനങ്ങളാണ് നിറഞ്ഞിരിക്കുന്നത്. ശുദ്ധിയുള്ള വചനങ്ങൾ, ജീവനുള്ള വചനങ്ങൾ. ഈ അമ്മയുടെയും ഈ മൂത്ത മകളുടെയും ഈ കൊച്ചിന്റെയും ഇത് നിറച്ച് കൊണ്ട് നമ്മൾ സൗരഭ്യവാസനോട് ദൈവത്തിന്റെ അടുത്ത് ചെല്ലുമ്പോൾ ദൈവത്തിന് എന്ത് സന്തോഷമാണെന്ന് അറിയാവോ? ആ ദൈവം ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഈ പശ്ചാത്മാവിന്റെ ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇപ്പോ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കില്ല. കാരണം അഖിലാണ്ടത്തിന്റെ അതിഭയങ്കരമായ പവറാണ്, ദൈവത്തിന്റെ ആത്മാവാണ്. ഇത് ഉൽപ്പത്തി 2 പറയുന്നുണ്ട്, ദൈവത്തിന്റെ ആത്മാവ് ഭൂമിക്ക് മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. ഇന്ന് പരിശുദ്ധാത്മാവ് യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ ഭൂമിയിൽ വരികയും പോവുകയും ചെയ്തുകൊണ്ടിരുന്നു. 2-3 സന്ദർഭങ്ങളിലൊക്കെ വന്നു. ഒന്ന്, യേശുക്രിസ്തു യോർദാനിൽ സ്നാനം ഏൽക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് വന്നു, പിന്നെ എന്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഭാഗം. ഇപ്പോൾ സ്വർഗത്തിലെ ദൈവം, പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഉപേക്ഷിച്ചിരിക്കുന്ന യേശുക്രിസ്തു ഇനി നമ്മൾ വേണം ദൈവരാജ്യം സ്ഥാപിക്കാൻ. തന്റെ മക്കള് നിങ്ങൾ തയ്യാറാണോ? പ്രവർത്തിക്കുക. ബൈബിൾ സൂക്ഷ്മ പരിശോധന ചെയ്യുക. ബൈബിളിൽ ഒരൊറ്റ വാക്കുകൾ പോലും കാർബേജ് കണ്ടതില്ല. അത് മുഴുവനും പരിശുദ്ധാത്മാവ് നിയോഗം പ്രാപിച്ച് മനസ്സിലായി എഴുതപ്പെട്ടിട്ടുള്ളതാണ്. അത് വായിക്കുക. അല്ലാതെ നിങ്ങൾ കർത്താവേ എന്ന് വിളിച്ചിട്ട് കാര്യമില്ല. മനസ്സിലായോ? അത് യേശുക്രിസ്തു പ്രത്യേകം പറഞ്ഞു, നിങ്ങൾ കർത്താവേ എന്ന് വിളിച്ചാൽ സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം ചെയ്യുക. പിതാവിന്റെ ഇഷ്ടം എന്താണെന്ന് മനസ്സിലാക്കുക. ബൈബിളിലുണ്ട്. അത് നമ്മൾ സൂക്ഷ്മ പരിശോധിക്കുക. പിതാവിന്റെ ഇഷ്ടം ചെയ്യാൻ നമ്മൾ തയ്യാറാകുക. നമ്മുടെ കുഞ്ഞുങ്ങളെയും പഠിപ്പിക്കുക. ഞാൻ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകുമെന്ന് എനിക്ക് സംശയമാണ്. ഈ കൊച്ചുങ്ങളെ കയ്യെ പിടിച്ചുകൊണ്ട് വീടുകളിൽ പോയി സുവിശേഷത്തിന് ചെറിയ അളവിൽ അവർക്കൊരു നിർദ്ദേശം, ഒരു വഴിയെ തിരിച്ചുവിടാം, ഇതാ വഴി എന്ന് പറഞ്ഞാൽ ആ വഴിയെ തിരിച്ചു കിട്ടുകഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ പോയി അതിന്റെ അഭിരുചി, ആ വഴിയുടെ അവസാനത്തേക്ക് ചെന്ന് ആ അഭിരുചി മനസ്സിലാക്കി ദൈവം മാർഗത്തോട് ചേർക്കുന്ന ദൈവത്തിന്റെ മാർഗത്തോട് ചേർക്കത്തക്കോണം തലകളും കർത്താവ് ഉപേക്ഷിക്കുന്ന തലമാരും ദൈവം കയ്യെ പിടിച്ച് നടത്തുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. അവിടെ ആ ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, ദൈവം നിങ്ങളോട് അടുത്ത് വരും. ഇത് പുസ്തകം പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു.